റോഷാക്കിന്റെ സംവിധായകനിൽ നിന്ന് പുറത്തുവരുന്ന മലയാള സിനിമ എന്നതായിരുന്നു ഐ നോബഡി കാണാനുള്ള എൻ്റെ മോട്ടിവേഷൻ. പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് വേണ്ടത്ര മധുരമോ ചായപ്പൊടിയോ ചേർക്കാത്ത ഒരു ചായ പോലെയാണ്. പൃഥ്വിരാജ് സുകുമാരനാണ് സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പെയറായി വരുന്നത് പാർവതി തിരുവോത്താണ്. സെക്രട്ടേറിയറ്റ് ജീവനക്കാരനായ രാജീവനും അദ്ദേഹത്തിൻ്റെ ഭാര്യ മീരയും അവരുടെ 2 മക്കളും അടങ്ങുന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണ് നിസാം ബഷീർ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. ഐ നോബഡി എന്ന് പറയുന്ന സിനിമ എനിക്ക് തന്നിട്ടുള്ളത് ഒരു ശരാശരി അനുഭവം മാത്രമാണ്. ടെക്നിക്കൽ വൈസ് സിനിമ മികച്ചു നിന്നിരുന്നു. അത് BGM കാര്യത്തിലാണെങ്കിലും സിനിമാറ്റോഗ്രഫിയുടെ കാര്യത്തിലാണെങ്കിലും ഷോർട്ട് ഡിവിഷൻ്റെയും എഡിറ്റിങ്ങിൻ്റെയും കാര്യത്തിലാണെങ്കിലും ആ മികവ് കാണാൻ സാധിക്കും. പെർഫോമൻസുകളുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ പൃഥ്വിരാജ് കുറേ കാലത്തിന് ശേഷം പൃഥ്വിരാജ് എന്ന മനുഷ്യൻ്റെ എല്ലാവിധ മാനറിസങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ചെയ്ത ഒരു കഥാപാത്രമാണ് ഐ നോബഡിയിലെ രാജീവൻ. ആക്ഷൻ സീനുകളിലെല്ലാം പൃഥ്വിരാജ് അസാധ്യമായ രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്തെ പൃഥ്വിരാജ് സിനിമകളിലെ ഡയലോഗുകളെല്ലാം പൃഥ്വിരാജ് എന്ന സൂപ്പർ സ്റ്റാറാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഈ സിനിമയിൽ പറയുന്നത് രാജീവൻ എന്ന സാധാരണക്കാരൻ തന്നെയാണ്. പാർവതി മറ്റു പലപ്പോഴും ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയും വലിയൊരു ചാലഞ്ചിങ് റോളൊന്നുമല്ല നോബഡിയിലെ മീര. എന്നാൽ ഒരു ഘട്ടത്തിൽ ആ ക്യാരക്ടർ ഹൈ ആയി പോകുന്നുണ്ട്. ആ ഒരു മൊമെന്റിൽ തിയേറ്ററിൽ ആ കഥാപാത്രത്തിന് ആവശ്യത്തിന് കയ്യടികൾ കിട്ടുന്നുമുണ്ട്. ഈ സിനിമയിൽ ഒരു മികച്ച പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയത് അശോകൻ്റേതാണ്. ഹ്യൂമറസ് ആയ എന്നാൽ അതേസമയം ക്യൂരിയസ് ആയ ഒരു കഥാപാത്രമാണ് അശോകൻ്റെ. രസകരമായി തന്നെ അത് അദ്ദേഹം സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ നല്ല പെർഫോമൻസുകൾ ഉണ്ടായിട്ടും നല്ല ടെക്നിക്കൽ സൈഡ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് സിനിമ ആവറേജ് ആയി പോയി എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രധാന കാരണം ഒരു സിനിമയുടെ നട്ടെല്ല് എപ്പോഴും അതിൻ്റെ തിരക്കഥയാണ് എന്നതാണ്. ആദ്യ പകുതി എൻഗേജിങ്ങും എൻ്റർടൈനിങ്ങുമായിരുന്നു. അപ്പോൾ രണ്ടാം പകുതി വലിച്ചിഴച്ച പോലെയാണ് അനുഭവപ്പെട്ടത്. ഒരു കഥാപാത്രത്തിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന 1-2 സീനിൽ പോരെ ഒരാളുടെ പേര് പറയുക, അല്ലെങ്കിൽ പിന്നെ അടുത്തതായി വരുന്ന എന്തെങ്കിലും ഒരു ക്രൂഷ്യൽ മൊമെൻറ്റിൽ പറയാം. ഇത് ആദ്യം മുതൽ അവസാനം വരെയും വരുന്നവരും പോകുന്നവരും എല്ലാം രാജീവൻ 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്കത് ബോറായി തോന്നാതിരിക്കുക? എന്തോ ഭാഗ്യത്തിന് പൃഥ്വിരാജിൻ്റെയും പാർവതിയുടെയും മക്കളായി അഭിനയിക്കുന്ന കുട്ടികൾ അയാളെ അച്ഛൻ എന്ന് വിളിക്കുന്നുണ്ട്. ഇനി അവരും രാജീവൻ എന്നാണ് വിളിച്ചിരുന്നെങ്കിൽ ഈ സിനിമയിൽ രാജീവൻ മാത്രമേ ഉണ്ടാവുമായിരുന്നുള്ളൂ. ഞാൻ നേരത്തെ ആക്ഷൻ കൊറിയോഗ്രാഫിയുടെ കാര്യം പറഞ്ഞു. ആക്ഷൻസ് എല്ലാം മികച്ചതാണ്. എന്നാൽ എന്തിനാണ് ഈ സിനിമയിൽ ഈ ആക്ഷൻ രംഗങ്ങളൊക്കെ? ഇതിലൊരു ലിഫ്റ്റിൽ വെച്ചൊരു ഫൈറ്റ് സീൻ ഉണ്ട്, ഒരു സെക്യൂരിറ്റി ആയിട്ട്. എത്ര നേരമാണത്? ഒരു കാര്യമില്ലാതെ ഒരുപാട് ലെങ്ത് ഉള്ള ഒരു ഫൈറ്റ് സീൻ. തൊട്ടേനും പിടിച്ചതിനും ഒക്കെ അടി ഉണ്ടാക്കുന്ന രാജീവൻ അയാൾ സ്റ്റേഷനിൽ പോയിരിക്കുന്നു. ഒരേ സീനുകളുടെ പല റിപ്പീറ്റേഷൻ. ഇതൊക്കെയാണ് ഈ സിനിമ. സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഈ സിനിമയെ അവസാനിപ്പിക്കണം എന്ന് തിരക്കഥാകൃത്തും സംവിധായകനും തീരുമാനിച്ച പോലെയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ടാം പകുതി അത്യാവശ്യം ലാഗിങ് ആണ്. ക്ലൈമാക്സിനോട് അടുക്കാരാകുമ്പോൾ കുറേ കഥാപാത്രങ്ങൾ വരും. CM ആയി വിജയരാഘവൻ, അദ്ദേഹത്തിൻ്റെ ഒപ്പം നന്ദു, അങ്ങനെ കുറേ കഥാപാത്രങ്ങൾ. ഇവരുടെ ഒന്നും ഒരാവശ്യം ഈ സിനിമയിൽ ശരിക്കില്ല. ഒരു സാധാരണക്കാരനോട് പോയി സംസാരിക്കാൻ നിൽക്കുന്ന CMനൊക്കെ പോർട്രേ ചെയ്തിരിക്കുന്ന ഭയങ്കര അരോചകമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ കേരള പോലീസിനെ മൊത്തത്തിൽ നെഗറ്റീവായി കാണുന്നൊരു സിനിമയാണ് ഐ നോബഡി. സിനിമയെക്കുറിച്ച് എഴുതിയ പലരും എഴുതി കണ്ട ഒരു സംഭവം, ഒരു ബാങ്ക് റോബറി നടക്കുകയും അത് രാജീവൻ എന്ന സെക്രട്ടേറിയറ്റ് ജീവനക്കാരൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നുമാണ് നിസാം ബഷീർ പറയാൻ ശ്രമിക്കുന്നതെന്നാണ്. എന്നാൽ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത് തീർത്തും വ്യത്യസ്തമായൊരു സംഭവമാണ്. ഒരു പക്ക കുടുംബനാഥനായ രാജീവൻ അയാളുടെ ഭാര്യയ്ക്ക് ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് അറിയുന്നു. അത് അയാളുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. അതാണ് ഈ സിനിമയുടെ അടിസ്ഥാനപരമായ പ്രമേയം. ആ ഒരു തിരിച്ചറിവാണ് അയാളെ ആ ബാങ്ക് റോബറിയുടെ സീനിലേക്ക് പോലും എത്തിക്കുന്നത്. എനിക്കൊരു ആവറേജ് അനുഭവമായിരുന്നുവെങ്കിലും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, എടുത്തു വെച്ചിട്ടുള്ള വിഷ്വൽസ്, പശ്ചാത്തല സംഗീതം, ഇതെല്ലാം കൃത്യമായി ആസ്വദിക്കണമെങ്കിൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. അതിനുവേണ്ടി മാത്രം ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാം.